യെസ്, അപ്പോ മറ്റൊരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിന്റെ വിശദാംശങ്ങളെല്ലാം ചേർത്ത് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ പ്രേക്ഷകരുടെയും സംഭവത്തോടെ വർദ്ധിത വീരത്തോടെ നമുക്ക് ആരംഭിക്കാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത, വെൽക്കം. ഈ പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം പ്രേക്ഷകർക്കും നമ്മളുടെ പരിപാടിയുടെ ഭാഗമാകാൻ അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ QR കോഡ് കണ്ടല്ലോ, അത് സ്കാൻ ചെയ്യുക. അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൂം ലിങ്കിലേക്കാണ് ഡയറക്റ്റായിട്ട് പോകുന്നത്. ആ സൂം ലിങ്കിൽ നല്ല റേഞ്ച് ഉള്ള ഇടത്ത്, നല്ല വെട്ടമുള്ള ഇടത്തൊക്കെ ഇരുന്ന് നമ്മളോട് സംസാരിക്കുക. അപ്പോൾ TV മ്യൂട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. TV യിൽ ശ്രദ്ധിക്കരുത്. സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ സൂം കോളിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കോളിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലും പോവാം. അവിടെ 24ന്റെ പേജിൽ ഇതേ കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. വീഡിയോ കോൾ വഴി നേരെ സ്ക്രീനിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അല്പസമയം മുൻപ് വന്നൊരു വാർത്തയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുങ്ങിപ്പോയി എന്നായിരുന്നു പ്രേക്ഷകരിൽ പലരും പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വാർത്തയിലേക്ക് തിരികെ എത്തും. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ട് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ്. ആ പരാതി നടൻ നിവിൻ പോളിക്കെതിരെയാണ്. നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേര്യമംഗലം സ്വദേശിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി 6ാം പ്രതിയാണ്. ദുബായിൽ വെച്ചാണ് പീഡനം ഉണ്ടാകുന്നതും ഊന്നുകൽ പോലീസിന് നേരത്തെ പരാതി നൽകിയിട്ട് ഫലമുണ്ടായില്ലെന്നും യുവതി 24നോട് പറഞ്ഞു. നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്ന ഒരു ശ്രേയ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചായിരുന്നു. എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ 3 ലക്ഷം രൂപ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിൽ ചാൻസ് മേടിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുവാണ് ചെയ്തത്. AK സുനിൽ പുള്ളിയുടെ കെയർ ഓഫിലാണ് നിവിൻ പോളിയും വേറെ ബാലൻസ് ഉള്ള അവരുടെ ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത്. പിന്നെ അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വെക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും, അതായത് നമ്മളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും ഹസ്ബൻഡിൻ്റെ മോനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നും പാമ്പിനെ കൊത്തിച്ച് കൊല്ലുമെന്നും ഗുണ്ടകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു. 6ാം പ്രതിയാണ് നിവിൻ പോളി. നിവിൻ പോളി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു. യെസ്, എന്തായാലും ഈ ആരോപണം വരുന്നതിന് പിന്നാലെ തന്നെ നിവിൻ പോളിയും പ്രതികരണവുമായി രംഗത്ത് വന്നു. അത് അല്പസം മുൻപാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ നിവിൻ പോളി കാര്യങ്ങൾ പറഞ്ഞത്. പരാതി വ്യാജമെന്ന് മുൻപ് തന്നെ പോലീസ് കണ്ടെത്തി തള്ളിക്കളഞ്ഞതാണ് എന്നാണ് നടൻ നിവിൻ പോളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്പസമയം മുൻപ് 1.5 മാസം മുൻപ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI വിളിച്ച് പരാതി ലഭിച്ച കാര്യം അറിയിച്ചിരുന്നു. വസ്തുതയില്ലെന്ന് കണ്ടെത്തിയതോടെ കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് നിവിൻ പറഞ്ഞത്. പരാതിക്കാരിയെ തനിക്ക് അറിയില്ല, ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും നിവിൻ പോളി കൂട്ടിച്ചേർത്തു. 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നൊരു CI ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്കിത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, നിതിൻ അംബുജനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം. നിതിൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ നിവിൻ പോളി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പരാതി നേരത്തെ ഉയർന്നു വന്നതാണെന്ന് പറയുന്നു. ഈ കേസ് ക്ലോസ് ചെയ്താണ്. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ പരാതി വരുന്നു, അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉള്ളതായിട്ടാണ് നിവിൻ പോളി പറയുന്നത്. പക്ഷേ നേരത്തെ പരാതി നൽകിയ യുവതി 24നോട് പറഞ്ഞത് ഇതിൽ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും അത് വളരെ ഗൗരവമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിലവിൽ ഈ കേസിന്റെ സ്ഥിതി? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ 2023 ഈ കേസിനാസ്പദമായ അല്ലെങ്കിൽ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 1.5 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലോക്കൽ പോലീസ് നിവിൻ പോളിയെ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ലോക്കൽ പോലീസ് ചില കാര്യങ്ങൾ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ നിവിൻ പോളിയിൽ നിന്ന് തേടിയിരുന്നു. നിവിൻ പോളി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോലീസിന് ധരിപ്പിക്കുകയും പിന്നീട് ഈ പോലീസിന് തന്നെ ബോധ്യപ്പെട്ടു, അതായത് ഇതിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ കേസ് അവസാനിപ്പിച്ചതെന്നാണ് അന്ന് ഇപ്പോൾ നിവിൻ പോളി വ്യക്തമാക്കിയത്. പിന്നീട് നിവിൻ പോളിക്ക് ലഭിച്ച നിയമോപദേശം സമാനമായ നിയമോപദേശമാണ്. ഇതിൽ തുടർനടപടി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് നിവിൻ പോളി വ്യക്തമാക്കിയത്.
വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തോ ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നിവിൻ പോളി ആരോപിക്കുന്നത്. ഈ പരാതിക്കാരി ഉന്നയിച്ച പോലെ താൻ ഈ പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരി പറഞ്ഞ പോലെ തന്നെ ദുബായിൽ പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചപ്പോൾ ദുബായിൽ പോയി, പക്ഷേ അത് ഏത് സമയത്താണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെ തനിക്ക് അറിയില്ല. അതൊക്കെ ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് ഈ സമയത്ത് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങളിലേക്ക് താൻ ഇപ്പോൾ കടക്കുന്നില്ല. മാത്രമല്ല നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. ആ ഒരു സാഹചര്യത്തിൽ ഈ കേസ് നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾക്ക് പങ്കുവയ്ക്കാൻ നിവിൻ പോളി തയ്യാറായിട്ടില്ല. എന്തായാലും നിയമപരമായി ഈ കേസിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം. താൻ ഒളിച്ചോടില്ല, ഈ കേസിന് നിയമപരമായി തന്നെ നേരിടാൻ എന്ന് ഇപ്പോൾ നിവിൻ പോളി മാധ്യമങ്ങളെ കൊണ്ടുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തതിന് ഏതാണ്ട് മണിക്കൂറുകൾക്കും തന്നെ നിവിൻ പോളി ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്റെ ഭാഗം വിശദീകരിച്ചത്. അതിൽ നിവിൻ പോളി വ്യക്തമാക്കിയത് ഇതിലൊരു കൃത്യമായി ഗൂഢാലോചന നടത്തുന്നു, പക്ഷേ ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ താൻ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ അത് ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് വിധേയനും അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ്. ഈ പരാതിക്കാരി നൽകിയ പരാതി പ്രകാരം ഇപ്പോൾ 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിൽ ഒരാൾ മാത്രമേ തനിക്ക് അറിയുള്ളൂ, ഈ നിർമ്മാതാവിനെ മാത്രമേ തനിക്ക് അറിയുള്ളൂ. പക്ഷേ ആ നിർമ്മാതാവിനെ താൻ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ, ദുബായ് മാളിൽ വെച്ച് കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് നിവിൻ പോളി. അതോടൊപ്പം തന്നെ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പരാതിക്കാരി നൽകിയ പരാതി 1.5 മാസം മുമ്പ് തന്നെ ഇത് പോലീസ് അന്വേഷിച്ചെങ്കിൽ എന്താണ് ഇതിന്റെ തുടർ നടപടി സംബന്ധിച്ച് ഇനി പോലീസും ഇതിലൊരു വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പരാതിക്കാരി പറയുന്നു. ഈ പരാതിക്കാരിയെ പൂർണ്ണമായും തള്ളുകയാണ് നിവിൻ പോളി. എന്തായാലും നിവിൻ പോളി നാളെ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിവിൻ പോളി വിശദീകരിച്ചിരിക്കുന്നത്. പ്രജിൻ. ശരി, നിതിൻ അംബുജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം യുവതി 24നോട് പറഞ്ഞത്. AK സുനിലാണ് നിവിൻ പോളിയെ പരിചയപ്പെടുത്തിയത്. പിന്നീട് നിവിൻ പോളിയുടെ ഗ്യാങ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി വീണ്ടും പറഞ്ഞു. പോലീസ് അന്വേഷിച്ച് സത്യം തെളിയിക്കട്ടെ എന്നും യുവതി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അതെ, AK സുനിൽ വഴിയാണ് ഞാൻ നിവിൻ പോളിനെ പരിചയപ്പെട്ടത്. AK സുനിലാണ് എനിക്ക് അറിയാവുന്നത്, പ്രൊഡ്യൂസർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിവിൻ പോളിനെ പരിചയപ്പെടുത്തി തന്നത്. AK സുനിലാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല റോൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് നിവിൻ പോളി ഗ്യാങ് AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് വന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്താണെന്ന് തെളിയട്ടെ. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. എബിൻ ജോസ് ഉണ്ട് തൊടുപുഴയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. എബിൻ, ഇതിപ്പോൾ ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പരാതിക്കാരി പറയുന്നത്. പക്ഷേ ഈ നേരത്തെ കൊടുത്ത ഈ പരാതി സംബന്ധിച്ച് നിവിൻ പോളി പറയുന്നത് ഒരു വ്യാജ ആരോപണമാണ് എന്ന് പറയുന്നു. ഇതിലൊരു കഞ്ചാവ് കേസുമായി, ലഹരി കേസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരി പറയുന്നത്? പ്രജിൻ, ഈ പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് ദുബായിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പരാതിക്കാരി മറ്റൊരു ജോലി ചെയ്തിരുന്ന ആളാണ്. ഇതിനിടയിൽ ശ്രേയ എന്ന ആളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പണം നൽകിയിരുന്നു. പിന്നീട് ആ പണം തിരികെ ലഭിച്ചില്ല. അതിന് പിന്നാലെ ഇവർ മുഖാന്തരമാണ് സുനിൽ എന്ന് പറയുന്ന നിർമ്മാതാവുമായി പരിചയപ്പെടുന്നത്. സുനിൽ മുഖാന്തരമാണ് നിവിൻ പോളിയിലേക്ക് ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത്. പിന്നീട് ഈ സുനിൽ പറയുകയും പല അഡ്ജസ്റ്റ്മെന്റ്, സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച പരാതി ലോക്കൽ പോലീസിന് നൽകിയിരുന്നു. പക്ഷേ ലോക്കൽ പോലീസ് ഇത് അവഗണിക്കുകയാണ് ഉണ്ടായത്. തന്റെയും ഭർത്താവിന്റെയും പേരിൽ താൻ ഹണി ട്രാപ്പ് സംഘത്തിൽപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം നടത്തി ഈ ഗ്യാങ് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ഏതായാലും ഇതിൽ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ പ്രകാരമായിരിക്കും ഇനി അന്വേഷണം നടക്കുക. ഏതായാലും SIT സംഘവും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്നത് SIT ആയതുകൊണ്ട് തന്നെ SIT അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും. ഏതായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും യുവതി പറയുന്നത്. തന്നെ കണ്ടിട്ടില്ല എന്നുള്ള പറയുന്ന നിവിൻ പോളിയുടെ ആരോപണങ്ങളെല്ലാം യുവതി തള്ളുന്നുണ്ട്. സുനിൽ മുഖാന്തരമാണ് നിവിൻ പോളിയെ പരിചയപ്പെട്ടതെന്നാണ് യുവതി ആരോപിക്കുന്നത്. ഏതായാലും അന്വേഷിച്ച് കൃത്യമായും സത്യം പുറത്തു വരട്ടെ എന്നുള്ളതാണ് യുവതിയുടെ വിശദീകരണം. ശരി,
എബിൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും യുവനടന്മാരിൽ ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ നിവിൻ പോളി നേരിടുന്നത്. തന്നെ പീഡിപ്പിച്ചു എന്നുള്ള യുവതിയുടെ പരാതിയിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഇതിൽ ഒരു അന്വേഷണം പോലീസ് നടത്തിയെങ്കിലും അതിൽ വാസ്തവമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നാണ് നിവിൻ പോളി പറയുന്നത്. അതേസമയം തന്നെ യുവതി പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല എന്നതാണ്. മാത്രമല്ല എന്തായാലും ഏത് അന്വേഷണവും വരട്ടെ സഹകരിക്കാൻ തയ്യാറാണെന്ന് കൂടി നിവിൻ പോളി വ്യക്തമാക്കുന്നുണ്ട്. നാളെ തുടർ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. യെസ്, വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ ലൈംഗിക അതിക്രമ പരാതിയുമായി യുവതികൾ രംഗത്തെത്തുന്നുണ്ട്. നടൻ അലൻസിയറിനെതിരെ ഈ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ചെങ്ങമനാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആഭാസം സിനിമയുടെ ലൊക്കേഷനിൽ അലൻസിയർ മോശമായി പെരുമാറി എന്നതാണ് യുവനടിയുടെ പരാതി. അപ്പോൾ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അതെന്താണ് കേസുകളുടെ സ്ഥിതി എന്ന് നോക്കാം. ലൈംഗിക അതിക്രമ കേസുകളിൽ എം മുകേഷ് MLA, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ ഉത്തരവ് മറ്റന്നാൾ പുറത്തിറങ്ങും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 ദിവസം നീണ്ട വാദത്തിനൊടുവിലാണ് ഹർജികൾ വിധി പറയാൻ മാറ്റിയത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ചു. രഹസ്യമൊഴികളടക്കം ലഭിച്ച സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് വാദം. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയതിനാൽ മണിയൻപിള്ള രാജുവിന് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമെടുക്കാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം 13-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ സംവിധായകൻ VK പ്രകാശിനെതിരെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2022 ഏപ്രിൽ 4-ന് പരാതിക്കാരിയും VK പ്രകാശും ഹോട്ടലിൽ എത്തിയതിന്റെ രേഖയാണ് ലഭിച്ചത്. പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്തും ഹൈക്കോടതിയെ സമീപിച്ചു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ദുരനുഭവം പങ്കുവച്ചതിന് ഹെയർ സ്റ്റൈലിസ്റ്റിനെ ശാസിച്ചുവെന്ന ആരോപണം നിഷേധിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പരാതിക്കാരി തന്നെ സ്ത്രീ വിരുദ്ധയാക്കി ചിത്രീകരിച്ചു. മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്നും റിപ്പോർട്ട് വന്നതോടെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുവെന്നും ഭാഗ്യലക്ഷ്മി വിമർശിച്ചു. ഉറപ്പായിട്ടും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് ഹേമ കമ്മിറ്റിയുടെ ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു. മൊഴി നൽകാനായി 18 പേരുടെ പേരും നമ്പറും താൻ ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിട്ടും അവരെ ആരെയും ബന്ധപ്പെട്ടില്ലെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. മറ്റൊരു റിപ്പോർട്ട് നോക്കിയാൽ അത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നടൻ പ്രേംകുമാർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. പ്രേംകുമാറിന് നൽകി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് താൽക്കാലിക നിയമനം. നിലവിൽ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് പ്രേംകുമാർ. സ്ഥിര നിയമനത്തിനായി പല പേരുകൾ ഉയർന്നെങ്കിലും എതിർപ്പ് നേരിട്ടിരുന്നു. ഇതേ തുടർന്നാണ് താൽക്കാലിക ചെയർമാൻ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. 2 മാസത്തിനുള്ളിൽ സ്ഥിരം ചെയർമാനെ തെരഞ്ഞെടുക്കാനാണ് ആലോചന. സിനിമാ നയരൂപീകരണ സമിതിയും ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ കമൻസിലേക്കൊന്ന് വരാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രജിൻ, ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് ഉണ്ട്. നമ്മളെ പാട്ട് പൂന്തിരാമഴ എന്ന് പറയുന്ന ആ പാട്ട് ഇഷ്ടപ്പെടുന്ന നിരവധി പ്രേക്ഷകർ കമൻസ് അയക്കുന്നുണ്ട്. പഴയ പാട്ടാണല്ലോ. ഒരുപാട് പേര് അത്തരം പാട്ടുകളെ ആ മെലോഡിയസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലായി. അതെ, ബീന ജയ് പറയുന്നുണ്ട്, പ്രവിത നമ്മൾ കുറച്ച് സംസാരിച്ചില്ലേ വയനാട്ടിൽ വന്നപ്പോൾ എന്ന് പറയുന്നു. ശരിയാ, ചേച്ചി ഓർക്കുന്നുണ്ട്. അങ്ങനെ റീന സതീശൻ പറയുന്നു, പ്രവിത എന്താ പാടുമ്പോൾ ശബ്ദം ഇടർന്നു എന്ന്. എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ പോയി അന്ന് ഒത്തിരി ബഹളത്തിൻ്റെ ഇടയിൽ സംസാരിച്ചത് പിന്നെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വരുന്നുണ്ട്. വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ. പ്രവിത തുടരുകയാണ്. ഇന്ന് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയിലേക്കാണ്, അതിന്റെ പുതിയ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. 2 പേർ മരിച്ച തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ ദുരൂഹതകൾ നീങ്ങുകയാണ്. മരിച്ച ജീവനക്കാരി വൈഷ്ണയുടെ ഭർത്താവ് ബിനുകുമാർ തന്നെയാകാം തീ കൊളുത്തത് എന്നാണ് സംശയം. മരിച്ച 2ാമത്തെ ആളുടെ DNA ടെസ്റ്റ് ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്നത്?
പ്രജിൻ പ്രവിധ ആദ്യഘട്ടത്തിൽ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അതൊരു ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതായിരുന്നു പ്രാഥമിക നിഗമനം. KSEB തന്നെ അത് സ്ഥിരീകരിച്ചതോടുകൂടി ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് അതിലെ ദുരൂഹത പതിയെ അഴിഞ്ഞു വന്നത്. അതിന് പിന്നാലെയാണ് അതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത് ഏറെക്കുറെ പോലീസ് കൊലപാതകം തന്നെ എന്ന് ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും മരിച്ച വൈഷ്ണവയുടെ ശരീരത്തിൽ കുത്തേറ്റ പാട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കത്തിയും ഇതേ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ മരിച്ച് കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാതെ ആയ ആൾ ഈ വൈഷ്ണവയുടെ ഭർത്താവ് ബിനുകുമാർ ആണ് എന്നാണ് പോലീസിന്റെ നിലവിലെ സൂചന. അത് DNA പരിശോധനയ്ക്ക് ശേഷമാകും അക്കാര്യത്തിൽ വ്യക്തത വരുത്തുക. എന്തായാലും പോലീസ് ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. മാത്രമല്ല രാവിലെ അവിടെ വെച്ച് തന്നെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നത് ഉൾപ്പെടെ കണ്ട ദൃക്സാക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന്റെ തുടർച്ചയെന്നോണം ഓഫീസിൽ മണ്ണെണ്ണയോ അതല്ലെങ്കിൽ പെട്രോളോ ആയി വന്നതിന് ശേഷം ബിനുകുമാർ ആദ്യം വയറ്റിൽ കുത്തിയതിനു ശേഷം പിന്നീട് തീ കൊളുത്തിയതാണ് എന്നുള്ളതാണ് പോലീസ് നിലവിൽ സംശയിക്കുന്നത്. പോലീസ് എന്തായാലും DNA പരിശോധനയുടെ ഫലം വന്നതിന് ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. പ്രവിധ. ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. You are watching 24 from News Headquarters, Kochi. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ താരം 6ാം പ്രതി. നിവിൻ പോളി ഭീഷണിപ്പെടുത്തിയെന്നും യുവതി 24-നോട്. മയക്കുമരുന്നുകൾ യൂസ് ചെയ്ത് നമുക്ക് ബോധമില്ലാത്ത രീതിയിൽ നമ്മളെ അവിടെ നിർത്തുകയായിരുന്നു. ഈ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഞ്ചാവ് കപ്പിൾസ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹണി ട്രാപ്പ് പ്രതികളാണെന്നും പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്തായിരുന്നു ഈ കേസ് കൊടുത്തതിന് ശേഷം. പരാതിക്കാരിയെ അറിയില്ലെന്ന് നിവിൻ പോളി. പിന്നിൽ ഗൂഢാലോചന എന്നും നിയമപരമായി നേരിടുമെന്നും വിശദീകരണം. ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ് ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ അലൻസിയറിനെതിരെയും കേസ്. 2 പേർ മരിച്ച തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ ദുരൂഹത നീങ്ങുന്നു. ന്യൂ ഇന്ത്യ അഷുറൻസ് ഏജൻസി ജീവനക്കാരിയായ വൈഷ്ണയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. ഫോറൻസിക് പരിശോധനയിൽ പെട്രോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കൃത്യം നടത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിൽ പോലീസ്. DNA പരിശോധനാ ഫലം കാത്ത് അന്വേഷണ സംഘം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ആരോപണങ്ങളിൽ മയപ്പെട്ട് PV അൻവർ MLA പരാതി എഴുതി നൽകി. P ശശിയെയും ADGPയെ മാറ്റാത്ത സർക്കാർ തീരുമാനത്തിന് വഴങ്ങി. സഖാവിന്റെ ചുമതല നിറവേറ്റിക്കഴിഞ്ഞെന്ന് അൻവർ. മുഖ്യമന്ത്രിയെ കണ്ട് KT ജലീൽ MLAയും. അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്ന ഉറപ്പ് കിട്ടിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് CPI. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് VS സുനിൽകുമാർ. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ആവശ്യം. ചൂരൽമല ദുരന്ത മേഖലയിലെ ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചെന്ന് CPI വയനാട് ജില്ലാ നേതൃത്വം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ തീരുമാനം. അന്തിമ ധാരണ ബോട്ട് റേസ് കമ്മിറ്റി യോഗത്തിൽ. മുഖ്യമന്ത്രി പങ്കെടുക്കും. ക്ലബ്ബുകളുടെ നഷ്ടപരിഹാരം ചർച്ച ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ. ആവേശം ചോരാതെ വള്ളംകളി നടത്തുമെന്ന് സംഘാടകർ. അതിരപ്പള്ളിയിൽ ബൈക്ക് യാത്രികന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. 8ാം ബ്ലോക്ക് സ്വദേശി ബിജു രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാട്ടാന ബൈക്ക് തകർത്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വൻ പ്രതിഷേധം. ഇന്നലെ പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റിന്റെ കൊച്ചി ദുബായ് വിമാനം വൈകുന്നു. കൃത്യമായ വിശദീകരണം നൽകാതെ വിമാന കമ്പനി അധികൃതർ. ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകം മാതാവ് അറിയാതെ എന്ന നിഗമനത്തിൽ പോലീസ്. ആൺസുഹൃത്തിന്റെ മൊഴി കള്ളം. കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി കൈമാറിയെന്നും അനാഥാലയത്തിന് നൽകുമെന്നാണ് രതീഷ് പറഞ്ഞതെന്നും അമ്മ. കുഞ്ഞ് മരിച്ചത് ശ്വാസം കിട്ടാതെയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും. പ്രളയക്കെടുതിയിൽ വലഞ്ഞ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും. ഇരു സംസ്ഥാനങ്ങളിലുമായി മരണസംഖ്യ 36ആയി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിമാർ. 10,000-കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ഗുജറാത്തിലും കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി.
പുതിയ പരിശീലകൻ എത്തിയിട്ടും ഇന്ത്യൻ ഫുട്ബോളിൽ മാറ്റമില്ല. മനോലോ മർക്വേസ് യുഗത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഇന്ത്യ ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങിയത് റാങ്കിങ്ങിൽ ഏറെ പിന്നിലുള്ള മൗറീഷ്യസിനോട്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 16ാം മെഡൽ. വനിതകളുടെ 400 മീറ്ററിൽ ദീപ്തിക്ക് വെങ്കലം. യെസ്, അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ആരോപണ ബോംബുകളുമായി എത്തി സർക്കാരിനെയും CPIMനെയും ഞെട്ടിച്ച PV അൻവർ MLA ഒടുവിൽ മയപ്പെടുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കടുത്ത നിലപാടിൽ നിന്ന് PV അൻവർ പിന്നോട്ട് പോയത്. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നുമാണ് PV അൻവർ പറയുന്നത്. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. സർക്കാരിനെയും CPIMനെയും പിടിച്ചുലയ്ക്കുന്ന ആരോപണങ്ങളുമായാണ് PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കളം നിറഞ്ഞത്. വാക്കിലും നോക്കിലും അപാരമായ ആത്മവിശ്വാസം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും ഉന്നമിട്ട് PV അൻവർ നടത്തിയ ആരോപണങ്ങളിൽ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം 2 ചുവട് പിന്നോട്ട്. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കും. തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചെന്നും പ്രതികരണം. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവെന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നായിരുന്നു ഇന്നലെ PV അൻവർ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ നിലപാടല്ല. P ശശിയെ മാറ്റണമോ എന്ന ചോദ്യത്തിന് പ്രതികരണമില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റും. അല്ല, അതൊന്നും എനിക്ക് അതിൻ്റെ ആളല്ല ഞാൻ. പറഞ്ഞതെല്ലാം മുഖ്യമന്ത്രി കേട്ടിരുന്നെന്നാണ് PV അൻവർ പറയുന്നത്. താൻ ഉന്നയിച്ച കാര്യങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എഴുതി നൽകും. സഖാവ് എന്ന നിലയിലാണ് പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും തന്റെ പിന്നിൽ ദൈവം മാത്രമാണുള്ളതെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിച്ചെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. 24 തിരുവനന്തപുരം. യെസ്, എന്തായാലും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെറും കൈയോടെയല്ല PV അൻവറിന്റെ മടക്കം എന്ന് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി പരാതി എഴുതി വാങ്ങിയതോടെ മലപ്പുറത്ത് അൻവറിന്റെ ശബ്ദത്തിന് ഇനി കരുത്തു കൂടും. സർക്കാരിന്റെയും പാർട്ടിയുടെയും ചട്ടക്കൂടിന് പുറത്ത് കളിക്കാനിറങ്ങിയ P ശശിയെയും MR അജിത് കുമാറിനെയും നിലയ്ക്ക് നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മതിയായ ആയുധം നൽകിയിട്ടാണ് അൻവറിന്റെ മടങ്ങിപ്പോക്ക്. PV അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന സന്ദേശങ്ങൾ ഇനി പറയും വിധമാണ്. 1. സഖാവ് എന്ന് ആവർത്തിച്ചു പറയുക വഴി പാർട്ടി ചട്ടക്കൂടിനകത്തു നിന്നാകും ഇനി തന്റെ പ്രവർത്തനമെന്ന് അൻവർ പറയുന്നു. ഒപ്പം മറ്റേതെങ്കിലും രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് താനില്ലെന്ന വ്യക്തമായ സൂചനയും നൽകുന്നു. 2. തന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് പറയുക വഴി വിവാദങ്ങളുടെ നായകസ്ഥാനത്തു നിന്ന് മാറുന്നു. പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രി തന്നെയാണ് നായകനെന്ന് പറയുന്നു. 3. കൂടിക്കാഴ്ചയിൽ പാർട്ടി MLA എന്ന പരിഗണന നൽകിയാണ് മുഖ്യമന്ത്രി അൻവറോട് പെരുമാറിയത്. ഇതുവഴി മലപ്പുറത്ത് നഷ്ടപ്പെട്ട സ്വാധീനം പിണറായിയുടെ പിന്തുണയോടെ അൻവർ ഉറപ്പിക്കുന്നു. 4. ഇനി പുറത്തു വെടിപൊട്ടിക്കില്ലെന്ന് അൻവർ പറഞ്ഞെങ്കിലും പുതുതായി ആരും അൻവറിന്റെ വഴി പിന്തുടരരുത് എന്ന മുൻകരുതൽ പാർട്ടി എടുക്കുന്നു. അതുകൊണ്ടാണ് അൻവർ പറയേണ്ടിയിരുന്നത് പുറത്തല്ലെന്ന് DP രാമകൃഷ്ണൻ ഇന്നു പറഞ്ഞത്. 5. AK ബാലൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ പോലീസ് നേടിയ അവാർഡുകളുടെ എണ്ണം നിരത്തിക്കൊണ്ടാണ്. ആഭ്യന്തര വകുപ്പിനെ പറ്റി ഉയർന്ന വിമർശനം ഒറ്റപ്പെട്ടതാണെന്നും വകുപ്പിനെ പറ്റിയുള്ള പാർട്ടിയുടെ നിലപാട് എന്താണെന്നും ഈ പ്രതികരണത്തിലൂടെ CPIM വ്യക്തമാക്കുന്നു. 6. അൻവറിന്റെ പരാതിയിലെ അന്വേഷണം P ശശി MR അജിത് കുമാർ അച്യുതണ്ടിനെ നിയന്ത്രിക്കാൻ പിണറായിക്കുള്ള ആയുധമാകും. 7. P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ MV ഗോവിന്ദന് നൽകുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സമ്മേളന കാലത്ത് P ശശിക്കെതിരെയുള്ള കുറ്റപത്രമാകും പാർട്ടി സെക്രട്ടറിക്ക് അത്. ചുരുക്കത്തിൽ അൻവറിനെ ഉപയോഗിച്ച് നിലയ്ക്കു നിർത്തേണ്ടവരെ നിലയ്ക്കു നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കഴിയും. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PV അൻവർ നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. പോലീസ് ഈ തൃശൂർ പൂരം കലക്കിയെന്ന PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് മുൻ മന്ത്രി VS സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണമാണ് തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റേത്.
പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് VS സുനിൽകുമാറും തിരുവമ്പാടി ദേവസ്വവും ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആ തൃശ്ശൂർ പൂരവും ആ വിവാദവും ഒരിക്കൽ കൂടി കൊഴുക്കുകയാണെന്ന് പറയേണ്ടി വരും. CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണ് PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തുള്ള VS സുനിൽകുമാറിന്റെ പടയൊരുക്കം. പൂരം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പൂരം കലക്കിയതാരാണെന്ന അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ഇതിനിടയിലാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനുള്ള സുനിൽകുമാറിന്റെ രാഷ്ട്രീയ നീക്കം. ADGP MR അജിത് കുമാർ അന്വേഷിച്ച റിപ്പോർട്ടാണ് സർക്കാർ പൂഴ്ത്തിയത്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. റിപ്പോർട്ട് പുറത്തു വന്നാൽ ആരെയെങ്കിലും സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അജിത് കുമാർ അട്ടിമറി നടത്തിയേക്കാമെന്ന സാധ്യതയാണ് സുനിൽകുമാറിന്റെ ഈ പ്രതികരണം. പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. പൂരം നിർത്തിവെച്ചതോടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വരവും വത്സൻ തില്ലങ്കേരി അടക്കമുള്ള RSS നേതാക്കൾ നേരത്തെ ക്യാമ്പ് ചെയ്തതും ഗൂഢാലോചന വെളിവാക്കുന്നുവെന്ന് VS സുനിൽകുമാർ പറയുന്നു. പൂരപ്രേമി എന്ന നിലയിൽ ചോദ്യങ്ങൾ ഉയർത്തി സർക്കാരിനുമേൽ പൂരപ്രേമികളുടെ വികാരമായ വിഷയത്തെ അവതരിപ്പിക്കാനാണ് സുനിൽകുമാർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തിരുവമ്പാടി ദേവസ്വവും BJP തൃശൂർ ജില്ലാ നേതൃത്വവും ആവശ്യപ്പെട്ടു. 24 തൃശൂർ. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകളും എല്ലാമായി. ഇപ്പോൾ നമ്മൾ കുറച്ച് കമൻറ്റുകൾ പെട്ടെന്ന് നോക്കാം. ഒരുപാട് പേർ കമൻറ്റ് വായിക്കുന്നില്ല എന്ന പരാതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാർത്തകൾക്ക് ശേഷമാണ് നമ്മൾ ഇത്തരം സെഗ്മെന്റിലേക്ക് കടക്കുക എന്ന് പ്രേക്ഷകർക്ക് അറിയാലോ. ഇതാ ഒരുപാട് പേർ പറയുന്നു. എന്താണ് രേണുക സുബ്രൻ പറയുന്നു, പ്രജി പ്രവിത, സിനിമാ ലോകം തകർക്കാനാണോ ആകെ മനസ്സ് വിഷമാവസ്ഥയാണ്, അത് തരണം ചെയ്യാൻ ഒരു സിനിമ കാണും, ഇപ്പോൾ തകരുന്നത് കണ്ടപ്പോൾ വിഷമമായി എന്ന് പറയുന്നു. അതായത് സിനിമാ മേഖലയിലെ ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് രേണുക സുബ്രന്റെ ഈ ഒരു പരിഭവം. അതെ, ഷാജി പൊയ്കൽ പറഞ്ഞു, ഇപ്പോൾ വന്ന് പ്രാപ്രാ പരിപാടി ഓരോ കാര്യങ്ങളും കുറിച്ച് കമൻറ്റ് വായന കുറച്ചു, പിന്നെ പരസ്യത്തിന് മുന്നേയുള്ള ചോദ്യമില്ല, ലാസ്റ്റുള്ള പാട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പ്രജിൻ ചേട്ടനോടാണ് പറയുന്നത്. പ്രജിൻ ചേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രസാദ് KM പറഞ്ഞു, പ്രജിൻ ബ്രോ നല്ലതുപോലെ പാടി ഒരു കേക്ക് വാങ്ങി സമ്മാനമായി തരും, പ്രജിൻ ഏട്ടായി കോഫി കുടിച്ചോ. അതെ, അതോടൊപ്പം തന്നെ ഇത് സ്ഥിരം വാർത്താ പരിപാടിയായി മതിയായിരുന്നു, എല്ലാ ഫോമാറ്റും ചേഞ്ചായി, പ്രേക്ഷക പങ്കാളിത്തം കുറഞ്ഞു എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെയില്ല. അതെ, പ്രേക്ഷകർക്ക് അവിടെ തന്നെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഫോർമാറ്റ് വലുതായിട്ടൊന്നും മാറിയിട്ടില്ല. കൂടുതലായി വാർത്തകളുണ്ട്, ആ വാർത്തകൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നിങ്ങളുടെ കമന്റുകൾ വായിക്കുന്നുണ്ട്, സെഗ്മെന്റുകളുണ്ട്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. ജെറിൻ പറയുന്നുണ്ട്, ഞാനും എൻ്റെ അമ്മയും നിങ്ങളുടെ വലിയ ഫാനാണ് എന്ന്. ജെറിൻ, എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസവും ജെറിൻ ഇങ്ങനെ അയച്ചിരുന്നു, അത് നമ്മൾ വായിച്ചു. പക്ഷെ ജെറിൻ അത് കേട്ടില്ല എന്ന് തോന്നുന്നു. ജെറിൻ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒന്നും കമൻറ്റ് വായിക്കില്ല എന്ന്. പക്ഷെ ഞാൻ ജെറിൻ്റെ കമൻറ്റ് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. മിനി ബാബു പറയുന്നു, പ്രജിൻ പ്രവിത, ഞാൻ പോവുകയാണ്, രാവിലെ ജോലിക്ക് പോകണം, നിങ്ങൾ പാടും എന്ന് കരുതിയാണ് ഇരുന്നത്, 11:30 വരെ ഇരിക്കുന്നത്, പക്ഷെ പാടാതെ പറ്റിച്ചു പോകും. അത് രാഷ്ട്രത്തെ പാട്ടിനെ പറ്റിയിട്ടാണ് മിനി ചേച്ചി പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. നിഷാദ് വിക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സെഗ്മെന്റ് നമ്മൾ തുടങ്ങേണ്ടി വരും. നിഷാദ് വി എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കും. ഇനി അത് വായിച്ചില്ലെങ്കിൽ വലിയ പരാതിയുമാണ്. എല്ലാ ദിവസവും നിഷാദ് വിയുടെ കമന്റ് വായിക്കണം എന്നാണ് നിഷാദ് വി പറയുന്നത്. അപ്പോൾ ഒരു പുതിയ സെഗ്മെന്റ് ഒക്കെ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. KP പറയുന്നത്, ഹാപ്പി ബർത്ത്ഡേ ശിശിര, വിഷ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ശിശിര. യെസ്, അപ്പോൾ നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ് തോന്നുന്നു. നമ്മുടെ ഒരു പ്രേക്ഷകൻ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ആ നേരെ സ്ക്രീനിലേക്ക് വരാൻ പോവാണ്. പത്തനാപുരത്തും ടിജോ ആണ് ഇന്ന് പ്രേക്ഷകനായി വന്നിട്ടുള്ളത്. ഹായ്, ഹലോ ടിജോ, എന്തുണ്ട് വിശേഷം? നമസ്കാരം. ഹലോ, സുഖം. ടിജോ എന്ത് ചെയ്യുന്നു? ഇന്ന് കാണാൻ കുറച്ച്. ഞാൻ ഇൻഷുറൻസ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ TV വെച്ചിട്ടുണ്ടല്ലോ, എന്നോ അതിന്റെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമ്മള് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരിക്കും. ഡിലേ വരും. ഇൻഷുറൻസ് ഓഫീസില്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാ? പത്തനംതിട്ട തന്നെയാണോ? ഞാൻ പത്തനംതിട്ട ലൊക്കേഷനിലാണ്. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട് ടീച്ചോ? വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, വൈഫ്, 2 കുട്ടികൾ. 24 തന്നെയാണോ സ്ഥിരം കാണാറ്? നമ്മുടെ പ്രേക്ഷകൻ തന്നെയാണല്ലോ അല്ലേ? സ്ഥിരം കാണുന്നത്. അതെ. ഇന്നലെ പാട്ട് കാണാൻ പറ്റി, ഇന്ന് പാട്ട് കാണാൻ പറ്റില്ല. കുറച്ച് കറണ്ട് ഇല്ലായിരുന്നു, കുറച്ച് ഡിലേ വന്നു. മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയുണ്ട്.
അപ്പോൾ നമ്മുടെ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നു നമ്മൾ വാർത്തകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു, നമ്മുടെ ഫോർമാറ്റ് ഇതല്ല എന്ന് പറയുന്നു. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിലൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർക്ക് അങ്ങനെ തോന്നിയോ? ഇല്ലില്ല, നമ്മൾ ഈ ഫോർമാറ്റ് നിങ്ങൾ തന്നെയാണ് എല്ലാ ആൾക്കാരെയും മാറ്റിക്കൊണ്ട് വന്നത്. SK നിങ്ങളുടെ നല്ലൊരു ക്യാപ്റ്റനാണ്. അതെ 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 തീർച്ചയായിട്ടും. ഒരു കൺവെൻഷണൽ രീതി എല്ലാം മാറ്റി പിടിച്ചാണ് 24 ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിയത്. അത് ഗ്രാജുവലി ഇങ്ങനെ അതിനെ എന്താണ് പറയുക, അതിനെ ഒരു സ്വീകാര്യത കൂടി വന്നു. അതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ. അതല്ലേ SK നിങ്ങളുടെ നല്ലൊരു ക്യാപ്റ്റനാണ്. അതെ, അതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ ടീച്ചർ, അപ്പോൾ മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇന്ന് വിളിച്ചതിന് ഒരുപാട് നന്ദി. ഇന്നലെ പക്ഷേ ഈ ഒരു സെഗ്മെന്റ് ഇന്നലെ കണക്ട് ആയിരുന്നു. ഇന്നലെ ഈ സെഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എന്റെ കോൾ തന്നെ കണക്ട് ആയത് ഇന്നലെ. ഈ സെഗ്മെന്റ് ഇന്നലെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ആയി പോയി. ഞാൻ തന്നെ കണക്ട് ആയത് ഇന്നലെ. കൂടുതൽ വാർത്തകൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആ വാർത്തകൾ നമ്മൾ കയറും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സെഗ്മെന്റുകളിലേക്ക് പോകാൻ കഴിയാതെ വരും. അതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കാണ്ട് നിങ്ങൾ ബ്രദർ സിസ്റ്റർ ആണോ? ബ്രദറും സിസ്റ്ററും അങ്ങനെ തന്നെയാണെന്നൊക്കെ കരുതിക്കോളൂ. ഇവിടെ വന്ന് പരിചയപ്പെട്ട ബ്രദറും സിസ്റ്റർ ആണെന്നേ ഉള്ളൂ. പ്രജിൻ പ്രവിത എന്നുള്ള പേര് കൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. എന്തായാലും വിളിച്ച് നന്ദി. എനിക്ക് ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല, ക്ലിയർ ആയില്ല. ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി പറയോ? അല്ല, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കുറച്ച് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ബ്രദർ സിസ്റ്റർ ആണോ? അതാ ഒരേപോലെ പേരുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ടിജോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ അതാണ് പത്തനാപുരത്ത് നിന്ന് ടിജോ ആണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇതുപോലെ പ്രേക്ഷകർ നമ്മളെ വിളിക്കുന്നത് നമുക്കും വലിയൊരു ഊർജ്ജം തരുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും അതൊരു നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വള്ളംകളി മത്സരം, അതെ, ട്രോഫി വള്ളംകളി ഇത്തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായാലും അതിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായി, മീറ്റിംഗുകൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ആ തീരുമാനം ഇന്നുണ്ടായി. അതെ, അനിശ്ചിതത്വം നീങ്ങിയിരിക്കുകയാണ്. ഈ മാസം 28-ന് വള്ളംകളി നടത്താൻ തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വേണം വള്ളംകളി എന്ന പേരിൽ 24 നടത്തിയ ക്യാമ്പയിനും ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളുടെ പരിശ്രമവുമാണ് ഒടുവിൽ വിജയം കണ്ടത്. ലോകത്തെ ഏറ്റവും വാശിയേറിയ ജലമാമാങ്കമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇത്തവണ പുന്നമടയാറ്റിൽ ഈ മാസം 28-ന് കൊടിയേറും. ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് സർക്കാർ വള്ളംകളി നടത്താൻ തീരുമാനിച്ചതും തീയതി പ്രഖ്യാപിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടകനായി എത്തും. സെപ്റ്റംബർ മാസം 28-ാം തീയതി 2 മണിക്ക് നമ്മുടെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടത്താനുള്ള ഒരു ക്രമീകരണം നടത്തുകയും അതിനെപ്പറ്റി ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 28-ാം തീയതി ബഹുമാനപ്പെട്ട CM-ന്റെ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളിയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ ഒഴിവാക്കും. എന്നാൽ ആവേശം ഒട്ടും ചോരാതെ വള്ളംകളി സംഘടിപ്പിക്കുമെന്ന് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ. ഈ 9-10 കോടി രൂപ ഇപ്പോൾ ചെലവഴിക്കുമോ എന്നുള്ളതും, അതുമാത്രമല്ല ഈ ആഘോഷങ്ങൾ അങ്ങനെ വ്യാപകമായി വന്നുകൂടാ എന്നുള്ളത് കൊണ്ട് എങ്ങനെയായിരിക്കും അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും വള്ളംകളി ഇവിടെ NDAVR സൊസൈറ്റി ക്ലബ്ബുകളുടെ ഒരു സാഹചര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുക. വള്ളംകളി ക്ലബ്ബുകൾക്കുണ്ടായ നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ച ചെയ്യും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒഴിവാക്കിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അത് നടത്താൻ പറ്റുമോ എന്ന് സർക്കാരുമായി ആലോചിച്ച് പരിശോധിക്കുമെന്നും കളക്ടർ. ഇതോളം ഓണാഘോഷം ഉൾപ്പെടെ CBL ഉൾപ്പെടെ മാറ്റി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് നിർദ്ദേശം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് CBL ഇപ്പോൾ നെഹ്റു ട്രോഫി നടത്താൻ അംഗീകാരം സ്ഥിതിക്ക് CBL പറ്റി നമുക്ക് ഗവൺമെന്റിനോട് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. വള്ളംകളി തീയതി പ്രഖ്യാപിച്ചതോടെ ക്യാമ്പുകൾ ഉടൻ തുറക്കും. പിരിഞ്ഞുപോയ തുഴച്ചിലുകാരെ അടക്കം തിരികെ എത്തിച്ചായിരിക്കും നിർത്തിവെച്ച വള്ളംകളി പരിശീലനം വീണ്ടും ആരംഭിക്കുക. 24 ആലപ്പുഴ. അപ്പോ വള്ളംകളി ഇത്തവണയും പൊളിക്കണം അല്ലേ? അതെ, പ്രേക്ഷകരുടെ കമന്റ്സിലൂടെ പോവുകയായിരുന്നു. ഇപ്പോ നമ്മളൊരു വിഷിലേക്ക് കടക്കുകയാണ്. ശ്രീല ആൻഡ് അഭിലാഷ് അല്ലേ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീല ആൻഡ് അഭിലാഷ്, ഞങ്ങൾക്കറിയാം വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അഭിലാഷ് ആൻഡ് ശ്രീല. പിന്നെ ബക്കീർ പറയുന്നു, പാടി കൊടുക്കുന്നേ ചുമ്മാ എന്തിനാ ഏറുപിടുത്തം, പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. അത് എന്തിനുള്ള, എനിക്കൊന്ന് പ്രിൻസിപ്പ് ഇതിലൊരു കമന്റ് പാട്ട് കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. സിദ്ധാർത്ഥ കൃഷ്ണ പറയുന്ന ഒരു കമന്റ് ഉണ്ട്. ഹായ് പ്രജനാൻ പറയുന്നത് ഒരു നന്ദി അറിയിക്കാനുണ്ട്.
രാവിലെ എസ്കേനോട് ആവശ്യപ്പെട്ടിട്ട് പക്ഷേ അത് നോക്കിയില്ല, ആ കമന്റ് നോക്കിയില്ല എസ്കേൻ. വയനാട് സമ്മേളനവുമായി ബന്ധപ്പെട്ട് മധു കൊട്ടാരക്കരിക്കും ഗോകുലം ഗോപാലൻ സാറിന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഗോകുലം ഗോപാലൻ സാറിനും 24 ടീമിനും നന്ദി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി അറിയിക്കാം. സിദ്ധാർത്ഥ കൃഷ്ണയാണ് ആ മെസ്സേജ് അയച്ചത്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് ഗുഡ് നൈറ്റ് ഷോ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല കാഴ്ച പ്രേക്ഷകർക്ക് നല്ല സമ്മാനിക്കാം. ഭംഗിയുള്ള കാഴ്ചയിലേക്ക് പോവുകയാണ്. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകളുമായി കൊച്ചിയിൽ മറീൻ എക്സ്പോ. വ്യത്യസ്ത ഇനത്തിലുള്ള 400-ലധികം മത്സ്യങ്ങളാണ് എക്സ്പോയിലുള്ളത്. മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. എവിടേക്ക് ഇതായി റിപ്പോർട്ട് കണ്ടു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് മറൈൻ എക്സ്പോ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 400-ലധികം മത്സ്യങ്ങളുടെ ശേഖരമാണ് എക്സ്പോയിൽ. സമുദ്രത്തിന്റെ അടിത്തട്ടിലെന്ന പോലെ പ്രതീതിയുളവാക്കുന്ന സ്റ്റാളുകൾ. 6 മത്സ്യകന്യകമാരാണ് പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം. A2Z ഇൻഫ്രാസ്ട്രക്ചർ നേതൃത്വത്തിലാണ് എക്സ്പോ ഒരുക്കിയിട്ടുള്ളത്. മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇത്തവണ പറയാനുള്ളത് നമുക്ക് അണ്ടർ വാട്ടർ അക്രലിക് ടണലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണ്ടർ വാട്ടർ അക്രലിക് ടണൽ നമ്മളാണ് കൊണ്ടുവന്നത്. റിഗാർഡ്ലെസ് ഓഫ് സൈസ് ആൻഡ് ഷേപ്പ് വിവിധ തരത്തിലുള്ള മറൈൻ ആസ് വെൽ ആസ് അക്വാറ്റിക് ഫിഷസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മോർ ദാൻ 400 സ്പീഷീസ് ഞങ്ങൾ നോക്കുന്നുണ്ട് അതിൽ. കഴിഞ്ഞ മാസം 17-നാണ് എക്സ്പോ ആരംഭിച്ചത്. ഈ മാസം 29 വരെയാണ് പ്രദർശനം. നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊരു അടിപൊളിയായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലൊരു കൗതുകമൊക്കെ ആവുന്ന അടിപൊളിയായിട്ടുള്ളത് തന്നെയായിരുന്നു. കുട്ടികൾക്കായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുട്ടികൾക്കുള്ളൊരു കൗതുകം. നമ്മൾ എപ്പോഴും TV മൊബൈലും മാത്രം കണ്ടാൽ പറ്റില്ല, ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കാണണ്ടേ. ഓരോ മത്സ്യങ്ങൾ ഇത്ര അടുത്ത് കാണുമ്പോൾ അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്ര അടുത്ത് കാണുമ്പോൾ ഒന്ന് തൊടണം പോലൊരു ഫീലാണ്. കൊച്ചി. അപ്പോൾ അത് കിടു കാഴ്ചകളാണ്. നേരെ അങ്ങോട്ടേക്ക് പോവാം. മറൈൻ എക്സ്പോ കണ്ട് ആസ്വദിക്കാം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരു നവ്യ അനുഭവമായിരിക്കും. കുട്ടികൾക്കും ഒപ്പം അതോടൊപ്പം മുതിർന്നവർക്കും കാണാം. നല്ല രസകരമായ കാഴ്ച. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടോടെ നമ്മുടെ ഇന്നത്തെ ഈ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്താണ് പാട്ടില്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം അല്പം ബ്രേക്കൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം അത്തരം വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് കൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമ്മൾക്ക് പാട്ട് പാടാൻ പറ്റാത്തത്. പക്ഷേ അത് നമ്മൾ അടുത്ത ദിവസം പരിഹരിക്കാം കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാം 10:30 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി നേരുന്നു. ശുഭരാത്രി. ബൈ. ഗുഡ് നൈറ്റ്.